सलोना सजन है हूर में हूँ, सलोना सजन है हूर में हूँ, जिया में एक अगन है और मैं हूँ, सलोना ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി വ്ളോഗാണ്. സോ ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഐ തിങ്ക് ലാസ്റ്റ് ഒരു 1 month ബാക്കാണ് ഞാൻ ലാസ്റ്റായിട്ടൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. കുറേ റീസൺസ് ഉണ്ട്. മെയിൻ റീസൺ ബോർഡ് എക്സാം ആയിരുന്നു മാർച്ച് മാസം ഫുള്ള്. സോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്യണമല്ലോ, അതാണല്ലോ എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അപ്പോഴത്തെ. ആൻഡ് അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അഡൾട്ടിങ് എന്നൊക്കെ പറയാം, കുറച്ച് വലുതായി വരുമല്ലേ, അപ്പോൾ സ്ട്രെസ്സും ടെൻഷനൊക്കെ കൂടും. പ്രത്യേകിച്ച് എനിക്കതൊക്കെ കുറച്ചധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താണ് എൻ്റെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ല, വീഡിയോ എന്നല്ല ഒന്നും ചെയ്യാൻ തോന്നില്ല. അത് ഭയങ്കര ഒരു ബാഡ് തിങ് ആണ്. ഐ വോണ്ട് ടു ചേഞ്ച് ഇത് ഫോർ ഷുവർ. ഇൻ ഫ്യൂച്ചർ എല്ലാം ശരിയാക്കാം. അപ്പോൾ ഞാൻ കുറേ അല്ല 2-3-4 കമൻറ്റ് കണ്ടു എന്താ വീഡിയോ ഇടാത്ത. ആൻഡ് ഇൻസ്റ്റയിലും Q&A ഇട്ടപ്പോഴും ചോദിച്ചായിരുന്നു. സോ അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയും വെച്ച് നോക്കിയല്ലേ, അത് തന്നെ എനിക്കൊരു വലിയ കാര്യമാണ്. സോ അതുകൊണ്ട് ഒരു ബിഗ് താങ്ക് യു പറയാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡെയിലി വ്ളോഗ്, ഞാൻ പറഞ്ഞ ഓർമ്മയില്ല, ഡെയിലി വ്ളോഗാണ്. കാരണം ഈ വോയിസ് റെക്കോർഡ് ഞാൻ 4-മത്തെയോ 5-മത്തെയോ വട്ടമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് തെറ്റിയാലും ശരിയായാലും എന്തായാലും ഞാനിത് പോസ്റ്റ് ചെയ്യും. ബിക്കോസ് എനിക്ക് വയ്യ, ഇത് അത്രയും നേരം കൊണ്ട് ഞാൻ എൻ്റെ നാക്ക് വിളുക്കുന്ന പല പ്രശ്നങ്ങൾ കുറേ നാൾക്ക് ശേഷം ഇതൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവുമല്ലോ. സോ ആദ്യം തന്നെ ഞാൻ ഇപ്പം ഉറക്കം എണീക്കുമ്പോൾ ഒരു 2 മണിയൊക്കെ ആവും. ഇന്നൊരു ചീറ്റ് ഡേ കൈൻഡ് ഓഫ് ഡേ ആണ്. ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡയറ്റ് അത്യാവശ്യം എടുക്കുന്നുണ്ട്, ഡയറ്റ് എന്താ പറയുക എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ശരിയാവാത്ത ഒരേ ഒരു കാര്യമാണ് ഉറക്കം. ഞാൻ 2 മണിക്കൊക്കെയാണ് ഉറക്കം എണീക്കുന്നത്. വെരി 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 ബാഡ് സ്ലീപ്പ് സ്കെഡ്യൂളാണ്, അല്ലെങ്കിൽ സ്ലീപ്പ് ഹാബിറ്റാണ് എനിക്കുള്ളത്. അത് മാറ്റിയെടുക്കണം ഫോർ ഷുവർ. അപ്പോൾ ഞാൻ മിക്ക ദിവസം എണീക്കുന്നത് തന്നെ ഞാൻ പറഞ്ഞ പോലെ കൊറിയർ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോയത്, അപ്പോൾ ഓൾറെഡി അവിടെ 2 വെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ എനിക്ക് അത് ഇതിൽ അൺബോക്സ് ചെയ്ത് കാണിക്കാം, കാരണം ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റർടൈനിങ് ആയിട്ട് വേണ്ടേ. സോ ആദ്യം കാണിച്ച് സവാന എന്നുള്ളൊരു നൈറ്റ് വെയർ സെറ്റാണ്. 3 പീസാണ് വരുന്നത്, അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ സവാനയിൽ നിന്ന് വേറെ കുറേ നൈറ്റ് വെയർസ് വാങ്ങിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ കാണിച്ചിട്ടും. ആൻഡ് ഓൾസോ സവാന നൈറ്റ് വെയർസ് ആർ റിയലി ഗുഡ്. ഓക്കെ. ആൻഡ് ഇത് ഒരു പാകിസ്ഥാനി സ്യൂട്ടാണ്. അതായത് എനിക്ക് എന്താ പാകിസ്ഥാനി ഡ്രാമകളൊക്കെ കണ്ടിട്ടും എന്തോ എനിക്ക് പാകിസ്ഥാനി, ഞാനിങ്ങനെ എൻ്റെ ഫീഡ് നോക്കുമ്പോൾ ഫുള്ള് പാകിസ്ഥാനി സ്യൂട്ടാണ്. അങ്ങനെ ഞാൻ കണ്ട് സഹി കെട്ട് ഒരു പാകിസ്ഥാനി സ്യൂട്ട് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണിത്. സഹി കെട്ടല്ല, എനിക്കൊരു ആഗ്രഹം പാകിസ്ഥാനി സ്യൂട്ട് വേണം എന്നുള്ളത്. ഞാൻ ഇന്ന് മൈക്ക് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ട്. സോ ഇത് ആദ്യമായിട്ട് ഞാൻ ഇതിന് മുന്നേയുള്ള വോയിസ് 4 വട്ടവും മൈക്കില്ലാണ്ട് റെക്കോർഡ് ചെയ്ത്. അപ്പോൾ ഞാൻ വെച്ചിട്ടൊന്ന് മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യും, അപ്പോൾ എന്തെങ്കിലും ശരിയാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യാണ്. ആൻഡ് പിന്നെ ഇതൊരു ആക്റ്റീവ് വെയറാണ്. ഇത് ഷോർട്ട്സ് അല്ല, ഒരു സ്കേർട്ട് പോലത്തെ വരുന്നതാണ്. അതായത് ഇതിൻ്റെ അടിയിൽ ഓൾറെഡി ഒരു ഇൻബിൽട്ട് ഷോർട്ട്സ് ഉണ്ടാവും, ആൻഡ് പുറമേ നോക്കുമ്പോൾ പക്ഷേ ഇത് സ്കേർട്ടായിരിക്കും. പക്ഷേ ഇത് ഞാൻ ജിമ്മിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല, കാരണം ഞാനിപ്പോൾ പോകുന്ന ജിമ്മിൽ ഇത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്തായാലും എൻ്റെ വീടിനടുത്തുള്ള. സോ എന്തെങ്കിലും എനിക്ക് പിലാറ്റീസിനോ അങ്ങനെ എന്തെങ്കിലും ജോയിൻ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. ആൻഡ് ഓൾസോ ഞാനിപ്പോൾ സൂംബ ചെയ്യുന്നുണ്ട്, ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ജിം അത്ര സെറ്റ് ആവുന്നില്ല. ഞാനിപ്പോൾ ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് ജിമ്മിൽ പോകുന്ന ആളല്ല. എനിക്ക് കൂടുതലും എന്താ പറയുക ഹെവി വർക്കൗട്ട്സിനെക്കാട്ടിലും ലൈറ്റ് വർക്കൗട്ട്സ് ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു. എനിവേ അപ്പം അതുകൊണ്ട് വേണ്ടിയിട്ട് അത് വാങ്ങിച്ചാണ്. എനിക്കിങ്ങനെ എന്താണ് നന്നായിട്ട് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നന്നായിട്ട് പോകുമ്പോഴാണ് ഒരു എനർജി കിട്ടുക വർക്കൗട്ട് ചെയ്യാനൊക്കെ. സോ അയ്യോ പേടിച്ചു പോയി. ഓക്കെ, എന്തൊരു സൗണ്ട് കിട്ടും. അടുത്ത സാധനം ഇതൊരു ബാത്ത് റോബാണ്. അതായത് നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇടാം. അതല്ലെങ്കിൽ നമ്മുടെ ഇട്ടിരിക്കുന്ന ഞാൻ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള നൈറ്റ് വെയർസിലൊക്കെ സ്റ്റെയിൻ ആവും. ഈ ബീട്രൂട്ടിൻ്റെയും ഞാൻ കുറേ DIYs ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ കളർ പിടിക്കും. കാരണം ഇതാകുമ്പം അങ്ങനെ നമ്മൾ ഡ്രസ്സിൽ ഒന്നും പറ്റില്ല, നല്ല എന്നാലും ഒരു കവറപ്പ് അതുപോലെ ഇരിക്കുകയും ചെയ്യും. വീഡിയോ എടുക്കാനും ഒക്കെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ്. ആൻഡ് ഓൾസോ എനിക്ക് നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ പറഞ്ഞാൽ ഞാൻ കൊടുത്തേക്കാം. ഭയങ്കര ക്യൂട്ടാണ്. ആൻഡ് പിങ്ക് പിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കളറാണല്ലോ, സോ അതുകൊണ്ട് പിന്നെ ഞാൻ പിങ്ക് തന്നെ വാങ്ങിച്ചു. എനിവേ അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്, സോ അത് തന്നെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇത് വെരി ഗുഡ് ക്വാളിറ്റി ഓൾസോ കേട്ടോ, ഭയങ്കര അഫോർഡബിളാണ്. മീഷോ എന്നാണ് വാങ്ങിച്ചത്. ഞാൻ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇതിൽ എന്തിൻ്റെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ കൊടുത്തേക്കാം. ആൻഡ് പിന്നെ കുറേ നാളായാലും എൻ്റെ റൂമൊക്കെ കണ്ടിട്ട് ഞാൻ വെച്ചു ഒരു മെസ്സി ആണെങ്കിലും ഒരു റൂം ടൂർ പോലെ കാണിക്കാം. എന്താണ് ഞാനിപ്പോൾ കുറേ ഫ്രെയിംസൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ബെഡിൻ്റെ ബാക്കിൽ. നേരത്തെ 3 ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കുറച്ചും കൂടിയൊക്കെ വെച്ചു.
ആൻഡ് ഈ ഒരു ലൈറ്റ് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡായിരുന്നല്ലോ ഒരിടയ്ക്ക്. എന്താണ്, ഞാൻ എക്സാം ടൈമിലൊക്കെ കുറേ ടൈം ഞാൻ ഇതിങ്ങനെ ലൈറ്റ് ഇടും. ഇപ്പോഴും എനിക്ക് പണ്ടുണ്ടല്ലോ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്, ഒറ്റയ്ക്ക് ഇരുട്ടത്തിരിക്കാൻ പേടിയാണ്, അങ്ങനത്തെ സാധനങ്ങൾ പേടിയായിരുന്നു. ഞാനിപ്പോൾ ഒറ്റയ്ക്കിരിക്കും, ഇരുട്ടത്തിരിക്കും, ഒറ്റയ്ക്ക് സംസാരിക്കും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സോ ഓരോരോ മനുഷ്യൻ്റെ ഓരോരോ മാറ്റങ്ങളല്ലേ. സോ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇതാണ് എൻ്റെ മെസ്സി ആയിട്ടുള്ള ഒരു റൂം ടൂർ. ആൻഡ് ഓൾസോ ഞാനിപ്പോൾ കുറേ പുതിയ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കുറേ സ്കിൻ കെയർ ഐറ്റംസ് വാങ്ങിച്ചു. ഞാൻ എല്ലാം കൂടെ ഹോൾ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ട് ഞാൻ ചെയ്തില്ല. ആൻഡ് ഓൾസോ ഞാൻ പകുതി പ്രൊഡക്ട്സും ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ കുറേയൊക്കെ യൂസ് ചെയ്ത് ഹാഫാക്കി. അതായത് ഞാൻ മാർച്ചിൽ വാങ്ങിച്ചതാണ്. സോ ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, മാർച്ചിലല്ലല്ലോ, ഏപ്രിൽ കഴിഞ്ഞു, ഏപ്രിൽ വാങ്ങിച്ചതാണ്. സോ ഇപ്പം മെയ് ആവാൻ പോവുകയാണല്ലോ. ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആ ടൈമിൽ മേടിച്ചതാണ്. സോ ഇപ്പം മെയ് ആവാൻ പോകുന്നുണ്ടല്ലോ. അപ്പം അത്രയും ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി, അത്രയും ഓൾമോസ്റ്റ് യൂസ് ചെയ്ത് തീരാറായി. സോ ഞാൻ യൂസ് ചെയ്ത് തീർന്നിട്ട് ഞാൻ റിവ്യൂ പറയാം. ആൻഡ് ഞാൻ വേണ്ടാത്തൊക്കെ എടുത്ത് കളഞ്ഞു. എനിക്കുള്ളൊരു വേറൊരു ബാഡ് ക്യാരക്ടറാണ്, ബാഡ് സ്വഭാവം ക്യാരക്ടർ എന്താണെങ്കിലും ഞാൻ പറയാം. ഈ എന്താ പറയുക, ഈ വേസ്റ്റ് ഡം കളക്റ്റിംഗ് എന്നൊക്കെ പറയില്ലേ, ഞാനിങ്ങനെ ഈ വേസ്റ്റ് എന്നല്ല, നമുക്ക് യൂസ് ഇല്ലാത്ത എന്താണ് ഒട്ടും ഉപയോഗമില്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ സെൻറ്റിമെൻറ്റ്സോട് കൂടി ഞാൻ എൻ്റെ കുറേ മേക്കപ്പ് ഡ്രസ്സൊക്കെ കബോർഡിൽ തന്നെ വെക്കും. ഞാൻ യൂസ് ചെയ്യില്ല, പക്ഷേ ഞാനതവിടെ വെക്കും. അപ്പോൾ എനിക്ക് സ്ഥലമില്ല, എനിക്ക് ഹാങ്ങേഴ്സ് ഇല്ല, ഒന്നുമില്ല. ഞാൻ എത്ര ഹാങ്ങേഴ്സ് വാങ്ങിച്ചിട്ട് എനിക്ക് തുണി വെക്കാൻ സ്ഥലം കിട്ടുന്നില്ല. സോ അങ്ങനെ ഞാൻ വേണ്ടാത്തൊക്കെ എടുത്ത് കൊടുത്തു, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് കൊടുത്തു, അല്ലാത്തൊക്കെ ഹരിതകർമ്മസേനയ്ക്കൊക്കെ ആയിട്ട് ഞാൻ ഫുൾ എടുത്ത് കളഞ്ഞ് ഇപ്പം എൻ്റെ റൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് ദിവസം മുന്നേ വരെ ഇതൊരു കാർഡായിരുന്നു. ആ കാർഡിന് ഞാനിപ്പം റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പാഴ്സൽ വന്നു. ഇത് ഞാൻ ഗ്ലാമികയുടെയും ശരണ്യ നന്ദകുമാർ രണ്ടുപേരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കുർത്ത സെറ്റ് അങ്ങനെ വാങ്ങിച്ചതാണ്. ഞാനിപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ വെയേഴ്സാണ് ഇടുന്നത്. മീൻസ് എന്താണ്, ഞാൻ ഒട്ടും ഇപ്പോൾ ഒന്നും എന്താണ്, ഞാൻ ഭയങ്കര കംഫർട്ടിലോട്ട് ഒതുങ്ങി കൂടുന്ന പോലെ തോന്നുന്നു. സോ അതെല്ലാം മാറ്റണം. കുറച്ചും കൂടി പുതിയ സ്റ്റൈൽസൊക്കെ ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് കുറേ ഷൂട്ടൊക്കെ ചെയ്യണം എന്നുണ്ട്, ഫ്യൂച്ചറിൽ ചെയ്യാം. ഇപ്പം എനിക്ക് എന്തായാലും എല്ലാത്തിനും കുറച്ച് ബ്രേക്ക് വേണം. ബിക്കോസ് ഞാൻ സ്കൂൾ ലൈഫ് എൻ്റെ തീർന്നു. അപ്പോൾ ഇനി എന്ത് എന്നുള്ളത് അവിടെ ഉണ്ട്. ഐ ഹാവ് എ വിഷൻ ഇൻ മൈ മൈൻഡ്, ബട്ട് അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ, അത് ചെയ്യുമ്പോൾ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം എനിക്ക് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുവാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ, അത് പഠിക്കാൻ, ഇത് പഠിക്കാനൊക്കെ പോയിട്ട് ഐ എം സ്റ്റിൽ നോട്ട് ഡൂയിങ്. അങ്ങനെ ഒരു ക്ലാസ്സിനും കോഴ്സിനൊന്നും പോയില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ അത്യാവശ്യം പഠിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ, കം ടു ദിസ്. അപ്പോൾ ഇതൊരു സെൽഫ് കെയർ കൈൻഡ് ഓഫ് വീഡിയോ ആണ്. എനിക്കിപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ഒട്ടും മെൻ്റലി ഇതായില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഒന്നെങ്കിൽ ഞാൻ പോയി കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഞാനൊന്ന് പോയി ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിക്കും. എൻ്റെ ഹെയർ നല്ല ഓയിലി ഹെയറാണ്. സോ സ്കാൽപ്പിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. സോ എൻ്റെ അറ്റത്തോട്ട് വരുമ്പോൾ എൻഡിലോട്ട് വരുമ്പോൾ ഭയങ്കര ഡ്രൈ ആണ്. സോ ഞാൻ അവിടെ വീക്ക്ലി വൺസ് ഒക്കെ എണ്ണ തേച്ച് കൊടുക്കും. ബിക്കോസ് അല്ലെങ്കിൽ ഭയങ്കര ഫ്രിസ് ചെയ്യാം. ഞാൻ ഓൾറെഡി കളറും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഞാൻ എണ്ണ തേച്ച് കൊടുക്കും. ആൻഡ് ഇങ്ങനെ എനിക്ക് തോന്നുമ്പോൾ മന്ത്ലി വൺസോ എന്തെങ്കിലും ആയിരിക്കും ഞാനിങ്ങനെ നന്നായിട്ട് ഓയിലൊക്കെ തേച്ചൊന്ന് മസാജൊക്കെ ചെയ്യും. ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും നല്ലതാണല്ലോ. ആൻഡ് എനിക്ക് നല്ലപോലെ മുടി കൊഴിയുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ABC ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയേ, എൻ്റെ സ്കിന്ന് നല്ല ഗ്ലോ ഉണ്ട്. ടച്ച് വുഡ്, നല്ല ഗ്ലോ എന്ന് വെച്ചാൽ നല്ല ഗ്ലോ ഉണ്ട്. അത് പക്ഷേ ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴേ ആ ഗ്ലോ കാണാറുള്ളൂ. പക്ഷേ നല്ല ഗ്ലോ ഉണ്ട്. പക്ഷേ എൻ്റെ ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. എനിക്ക് വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ട്. ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുത്തായിരുന്നു, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, വൈറ്റമിൻ D ആണ് കുഴപ്പം. അത് ഭയങ്കര കുഴപ്പമാണ്, 10 ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റൊക്കെ എടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് മുടി കൊഴിച്ചിലുണ്ട്. മേ ബി സ്ട്രെസ്സിൻ്റെ ആയിരിക്കാം. എനിക്ക് സ്ട്രെസ്സ് ഭയങ്കര പ്രശ്നമാണ്. എന്നെ നന്നായിട്ട് എൻ്റെ ബോഡി അത് റിയാക്ട് ചെയ്യും സ്ട്രെസ്സ് വരുമ്പം. ആൻഡ് പിന്നെ ഉറക്കം ശരിയല്ല, ഫുഡ് കഴിക്കുന്നത് ശരിയല്ല, ആൻഡ് എക്സസൈസ് ചെയ്തില്ല, ഈ 3 കാര്യം ശരിയല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിതിൽ 2 ഒരു പരിധിവരെ റെഡിയാക്കി. പക്ഷേ ഉറക്കം അതെൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഞാൻ 4 മണിക്ക് ഉറങ്ങും, ചിലപ്പോൾ 5 മണിയാകുമ്പോൾ എണീക്കും, 6 മണി എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ബാഡായിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അത് മാറ്റിയെടുക്കണം, എന്തായാലും ശരിയാക്കാം. ആൻഡ് ഇന്ന് പക്ഷേ ഞാൻ നേരത്തെ എണീറ്റു. ഇന്ന് ഞാൻ രാവിലെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് വിഷുവാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇത് 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആൻഡ് പിന്നെ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് ഓയിലുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. ഇത് പപ്പായ ആൻഡ് കുങ്കുമാതി ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിലാണ്. ഇതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇതൊരു ഇൻസ്റ്റഗ്രാം പേജാണ്, അവർ ഉണ്ടാക്കുന്നതാണ്. ഓർഗാനിക് സംതിങ് എന്ന സാധനമാണ്. അവൾ 2 years ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നു, അവരുടെ ഹെയർ ഓയിലും. അപ്പം ഭയങ്കര റിവ്യൂ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ തലയിൽ യൂസ് ചെയ്യുന്ന സെസമി ഓയിലാണ്. ഞാൻ ശ്രുതി ഹസൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ട് മേടിച്ചതാണ്. ഞാൻ അങ്ങനെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞ പോലെ വല്ലപ്പോഴുമാണ് ഞാൻ തേക്കുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി അറിയത്തില്ല. പക്ഷേ ഈ ഫേസ് ഓയിൽ ദ ബെസ്റ്റാണ്. നിങ്ങൾക്ക് ടാൻ ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ എൻ്റെന്നുണ്ടല്ലോ ഇയേഴ്സ് ഓഫ് ടാനാണ്. സോ അത് മാറാൻ നല്ല ടൈം എടുക്കും. മീൻസ് എൻ്റെ സ്കൂൾ ടൈം മുതലുള്ള ടാൻ ആയതുകൊണ്ട്. സോ അതുവൈസ് ഇത് ഭയങ്കര സാധനമാണ്. ഞാൻ 10 മിനിറ്റ് മുഖത്ത് വെക്കും, പക്ഷേ ബോഡി
അല്ലെങ്കിൽ കുറേ ടൈം ഇട്ടേക്കും. ആൻഡ് അടുത്ത് ഈ ഒരു സാധനം ഇതെൻ്റെ പുതിയ ബൈ ആണ്, ബ്ലൂടൂത്ത് സ്പീക്കർ. ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യമാണ് പാട്ട് കേൾക്കുക. എനിക്ക് കുറേ സിനിമകളാണ്, എല്ലാ ഭാഷയിലും സിനിമ കാണും, എല്ലാ ഭാഷയിലും പാട്ട് കേൾക്കും. ഞാൻ 90s പാട്ട് കേൾക്കും, പണ്ടത്തെ പാട്ടുകൾ കേൾക്കും, എല്ലാം പണ്ട്. ഇപ്പം എന്താ പറയുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ ഈ ഒരു സംഭവം ഇത് വാങ്ങിച്ച പിന്നെ ഞാൻ കുറേ വെള്ളം കുടിക്കുന്നുണ്ട്. ഞാൻ എത്രയും 1 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണമോ അത്ര ലിറ്റർ ഞാൻ കുടിക്കുന്നുണ്ട് ഈ സാധനം വാങ്ങിച്ചു. പിന്നെ ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി കൊടുക്കുക. ഞാൻ ഇതിൽ പറയാത്തതിൻ്റെ ഉണ്ടാവും. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് തരാം. ചിലർക്ക് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞ് തരുന്നതായിരിക്കും. പിന്നെ ഞാൻ പോയിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മറ്റേ ബാത്റൂമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ലിറ്ററലി എൻ്റെ സ്കിൻ കെയർ വെക്കാൻ സ്ഥലമില്ല, എസ്പെഷ്യലി ബാത്റൂമിൽ. ഞാൻ 2 ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ട്. സോ അത് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞാൻ റിവ്യൂ കാണിക്കാം. പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ നാച്ചുറൽ ഗ്ലൂട്ടത്തയോൺ ABC ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഞാൻ 3 ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ അന്നന്ന് ഉണ്ടാക്കി കുടിക്കുന്നതാണ് ബെറ്റർ. പക്ഷേ എനിക്ക് രാവിലെ ഞാൻ വെറും വയറ്റിലാണ് കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് കുടിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ 3 ദിവസത്തേക്ക് രാവിലെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്, കുടിക്കാനല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ 3 ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് കുറച്ച് നാരങ്ങ നീര് പിഴിയും, സോ ദാറ്റ് അതിൻ്റെ വിറ്റമിൻസ് അത്ര പെട്ടെന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഞാൻ പിന്നെ ഇപ്പം കുളിച്ച് കഴിഞ്ഞാൽ വളരെ ജെൻറ്റിലായിട്ട് മാത്രം ഞാൻ നൈറ്റാണ് കാര്യമായിട്ട് സ്കിൻ കെയർ ചെയ്യാം. കാരണം നൈറ്റ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന നല്ല ആക്റ്റീവ്സും സാലിസിലിക് ആസിഡ്, അതേപോലെ ആസിഡ്സ്, കോജിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ നൈറ്റ് യൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം അപ്പോഴായിരിക്കും കുറച്ചുള്ള എഫക്റ്റ്. പക്ഷേ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ എന്നാൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ഔട്ട്ഫിറ്റാണ് നൈറ്റി. ഞാൻ അമ്മയുടെ ഒട്ടുമിക്ക നൈറ്റികളെല്ലാം ഞാൻ അടിച്ചു മാറ്റിയിടും. അങ്ങനെ അമ്മയുടെ നൈറ്റികൾ അടിച്ചു മാറ്റി അമ്മ എനിക്കൊരു നൈറ്റി മേടിച്ചു തന്നു. അതാണ് ഈ നൈറ്റി. സോ ഞാനൊരു കഫ്താൻ നൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. ബിക്കോസ് സമ്മറിലൊക്കെ ഇത് ഭയങ്കര സുഖമാണ് ഈ നൈറ്റി ഇടാൻ വേണ്ടി. ഇതൊരു ഫ്രോക്ക് നൈറ്റി എന്ന് പറഞ്ഞാൽ പുതിയ മോഡലാണ്. എന്ത് കംഫർട്ടബിളാണെന്നറിയാം. പക്ഷേ അമ്മ ഇട്ടിട്ടിടുന്ന നൈറ്റിയാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ എനിക്ക്. പിന്നെ എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് തോർത്ത് വെച്ച് തല കെട്ടണം, കുറിയിടണം, അങ്ങനെയൊക്കെ തോന്നും, ചുമ്മാ ഒരു റീസൺ ഇല്ലാതെ. സോ എന്തെങ്കിലുമൊക്കെ വട്ട് കാണിക്കേണ്ടി, ഒരു ദിവസം പോകാൻ എന്തൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ദിവസം അതേപോലെ എൻ്റെ ഫേവറേറ്റ് ടൈമാണ് ഒരു ദിവസത്തെ, അത് ഈവനിങ് ആയിരിക്കും. ബിക്കോസ് ഞാൻ പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. കാരണം എനിക്ക് അറിയത്തില്ല എന്താണെന്ന് നമുക്ക് ശരിയാക്കാം. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഒരു ദിവസം ഏറ്റവും ഫേവറേറ്റ് ടൈമാണ് ടീ ടൈം. അതായത് എനിക്ക് ഈവനിങ് ആവാൻ ഇങ്ങനെ കൊതിയാവും. അതായത് എനിക്ക് ചായ കുടിക്കാൻ ലിറ്ററലി ക്രേവിങ്സ് വരും. അത് അമ്മയുടെ ചായ. അമ്മ ഉണ്ടല്ലോ ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ 5-5:30 ആവും. അപ്പോൾ ഞാൻ അമ്മ വരുന്നവരെ കാത്തിരിക്കും ചായ ഇടാൻ. അമ്മ വന്നുകൊണ്ട് ഞാൻ പറയും അമ്മയുടെ ഇഞ്ചി ചായ അതാണ് ബെസ്റ്റ്, ഇവിടെ ഇഞ്ചി ചായ വേണം, ഇഞ്ചി ചായ. അപ്പോൾ അമ്മ പറയും എനിക്കും കൂടെ ഞാൻ ഓഫീസിൽ പോയിട്ട് കഷ്ടപ്പെട്ട് വരുമ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് നീ എനിക്ക് ചായ ഇട്ട് തരേണ്ടി വരും, ഞാൻ നിനക്ക് വന്നിട്ട് ചായ ഇട്ട് തരണം. അതാണ് ഇപ്പോഴത്തെ ഇവിടെ അവസ്ഥ. പക്ഷേ എന്നാലും എൻ്റെ ചായ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് അമ്മയുടെ ചായയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ലോകത്ത് വെച്ച് ബെസ്റ്റ്. പിന്നെ ഫാൻസി ഡ്രസ്സ്. വേറൊരു പ്രശ്നമാണ്, ഞാൻ പുതിയ എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങിച്ചാൽ ഞാൻ കുളിച്ച് വൃത്തിയായിട്ടിരിക്കുമ്പോൾ മാത്രമേ അതെടുത്ത് ഇട്ട് നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പണൊക്കെ ചെയ്ത് നോക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ പുതിയ കാശ്മീരി ഇയറിങ്സും എൻ്റെ പുതിയ പാകിസ്ഥാനി സ്യൂട്ടും ആൻഡ് മറ്റേ കോട്ടൻ്റെ ആ കുർത്തി എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് എൻ്റെ ഫ്രണ്ടിന് അയക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. സോ അത് മാത്രമേ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ എം റിയലി സോറി. പിന്നെ ഞാൻ കുറേ കമ്മലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെരി റീസെൻ്റ്ലി. ബിക്കോസ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇത്താടെ കല്യാണം വരുവാണ്. സോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആൻഡ് ഇതെനിക്കൊരു പേജ് കൊളാബിന് സെൻഡ് ചെയ്ത് തന്നെയാണ്. സോ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് അത് ഫ്യൂച്ചറായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മാനസികാവസ്ഥയൊക്കെ ഭയങ്കര അടിപൊളിയാണ്, നല്ല സ്ട്രെസ് ഉണ്ട്. എന്താണെങ്കിലും ഇങ്ങനെ ഭയങ്കര വൈബ് അടിച്ച പോലെ നമ്മൾ കാണിക്കണം. അതേപോലെ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. അതേപോലെ നമ്മളിങ്ങനെ ഫേക്ക് പ്രിറ്റൻഡ് ചെയ്യുക, ഐ എം ഓക്കെ, ഐ എം നത്തിങ്, ഇങ്ങനെ നമ്മൾ അഭിനയിച്ചങ്ങ് ചിരിച്ച് നമ്മൾ കുറേ ഇങ്ങനെ ചിരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കുമ്പോൾ തന്നെ കുറേയൊക്കെ നമ്മുടെ പ്രശ്നം മാറും. പിന്നെ ഭയങ്കര ഡാൻസാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് അത്രയും കാണിച്ചത്. പിന്നെ തട്ടമിടും, പിന്നെ അങ്ങോട്ട് എന്തൊക്കെയൊക്കെയോ ഞാൻ കാണിക്കും. സോ എനിക്കിപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ഫിലിമാണ് ദുരന്തർ. എനിക്ക് ദുരന്തർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലെ പാട്ടാണ് ഞാൻ കൂടുതൽ, ദുരന്തറിലെ എല്ലാ പാട്ടും എനിക്കിഷ്ടം. സോ അതൊക്കെ കേട്ടിട്ട് അതൊക്കെ ഇങ്ങനെ കാണും. പിന്നെ ഞാൻ രാത്രി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് അതാണ് ബ്രൊക്കോളി. ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ സ്റ്റോക്കാണ്, ഞാൻ എപ്പോഴും കഴിക്കുന്ന സാധനമാണ് ബ്രൊക്കോളി. ഞാൻ അതേപോലെ ഈ ഒരു മഞ്ഞൾ ഇട്ടിട്ടുള്ള പാല്. സോ കുറച്ചൊന്ന് കറക്കാൻ നോക്കിയതാണ്, കുറച്ച് പുറത്ത് പോയി. സോ ഞാനിങ്ങനെ അടുക്കളയിൽ കയറുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. സോ അപ്പോൾ ഇതാണ് എൻ്റെ മിക്ക ദിവസത്തെയും ഡിന്നർ ഉണ്ടാവുന്നത്. ഞാൻ ചില ദിവസം എഗ്ഗ് കഴിക്കാറുണ്ട്, പക്ഷെ എനിക്ക് മുട്ട കഴിച്ച് മടുത്തുകൊണ്ട് ഞാൻ എഗ്ഗ് കഴിക്കുന്നില്ല. See you on my next video. Tata.